യുഎഇയിൽ ഉച്ചവിശ്രമ നിയമം പാലിക്കൽ നിരക്ക് 99% കവിഞ്ഞതായി മാനവവിഭവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയത്തിന്റെ കണക്ക്. തൊഴിലിടങ്ങളിൽ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നേരിട്ടെത്തി പരിശോധന നടത്തിയിരുന്നു. ഉച്ചവിശ്രമ നിയമം ഇന്ന് അവസാനിക്കും. രാജ്യത്തുടനീളമുള്ള വിവിധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളുമായി സഹകരിച്ചായിരുന്നു പരിശോധന നടത്തിയത്. മുൻ വർഷത്തേക്കാൾ നിയമം നടപ്പിലാക്കിയതിന്റെ ശതമാനം 99-ലധികമായി. തൊഴിലിടങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ തൊഴിലുടമകളും കൃത്യമായ പ്രവർത്തനം നടത്തിയതായാണ് കണ്ടെത്തൽ. രാജ്യത്തെ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കായാണ് ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകിട്ട് 3 മണി വരെ ഉച്ചവിശ്രമം അനുവദിച്ചത്. തൊഴിലിടങ്ങളിൽ വിശ്രമ സൗകര്യങ്ങളും കുടിവെള്ളവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയാണ് വിശ്രമമൊരുക്കിയത്. ഡെലിവറി സേവനങ്ങൾ നടത്തുന്ന ഇരുചക്ര വാഹന റൈഡർമാർക്കായി അബുദാബി, ദുബായ് എമിറേറ്റുകളിൽ ശീതീകരിച്ച വിശ്രമ കേന്ദ്രങ്ങളും ഒരുക്കിയിരുന്നു. തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നത് രാജ്യത്തിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമാണെന്ന് മാനവവിഭവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണത്തിൽ പ്രവാസികൾക്കും സേവനം പ്രയോജനപ്പെടുത്താം. ഓൺലൈനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും പുതുക്കുന്നതിനുമാണ് അവസരം. വീഡിയോ കോൾ മുഖേന പരിശോധന പൂർത്തിയാക്കുന്നതിനായാണ് തീരുമാനം. വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണത്തിന്റെ ഭാഗമായാണ് നടപടി. നിലവിൽ വോട്ടർ പട്ടികയിൽ പേരുള്ളവർ ഓൺലൈനായി രേഖകളും എന്യൂമറേഷനും അപ്ലോഡ് ചെയ്താൽ മതിയാകും. ഇതുമായി ബന്ധപ്പെട്ട് ഈ മാസം 19-ന് നോർക്കയുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചർച്ച നടത്തും. വോട്ടർ പട്ടികയിൽ പേരുള്ള പ്രവാസികൾ നൽകിയ വിവരങ്ങൾ കൃത്യമാണോ എന്ന് സ്ഥിരീകരിക്കാൻ BLOമാർ വീടുകളിലെത്തും. കൂടാതെ പ്രസ്തുത താമസ സ്ഥലവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമാണോ എന്ന് ഉറപ്പിക്കുന്നതിന് ജനപ്രതിനിധികളുടെ പക്കൽ നിന്നും വിവരം തേടും. നിലവിലുള്ള പട്ടിക പുതുക്കുമ്പോൾ സ്വീകരിക്കുന്ന ഇതേ രീതി തന്നെ പുതുതായി വോട്ട് ചേർക്കുമ്പോഴും തുടരും. വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രവാസികളെ ചേർക്കുമ്പോൾ അപേക്ഷകർക്ക് വീട്ടു നമ്പർ വേണമെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്നുണ്ട്. അബുദാബിയിലെ നിരത്തുകളിൽ സ്വയം നിയന്ത്രിത ഡെലിവറി വാഹനങ്ങൾ പരീക്ഷണ ഓട്ടം ആരംഭിച്ചു. സ്വയം നിയന്ത്രിത വാഹനങ്ങൾക്ക് ലൈസൻസ് നമ്പർ പ്ലേറ്റുകൾ നൽകുന്ന ആദ്യ എമിറേറ്റായി അബുദാബി. ഗതാഗത മേഖലയിൽ പുതിയ നാഴികക്കല്ലായാണ് അബുദാബി സംയോജിത ഗതാഗത കേന്ദ്രത്തിന്റെ പുതിയ തീരുമാനം. സ്വയം നിയന്ത്രിത ടാക്സികൾക്ക് പുറമെയാണ് സ്വയം നിയന്ത്രിത ഡെലിവറി വാഹനങ്ങളും അബുദാബിയുടെ നിരത്തുകളിൽ സർവീസ് നടത്തുന്നത്. വാഹനങ്ങൾക്കുള്ള ലൈസൻസ് പ്ലേറ്റുകളും അബുദാബി പുറത്തിറക്കി. മസ്ദർ സിറ്റിയാണ് ഡെലിവറി വാഹനങ്ങളുടെ പരീക്ഷണ ഓട്ടം നടത്തിയത്. നഗരത്തിലെ തിരക്കേറിയ പാതയിലൂടെ സുരക്ഷിതമായ ഡെലിവറി സേവനങ്ങൾ നടത്തുന്നതാണ് പരീക്ഷണം. 7X ലോജിസ്റ്റിക്സിന്റെ വിഭാഗമായി K2, EMX എന്നിവയുമായി സഹകരിച്ചാണ് സ്വയം നിയന്ത്രിത ഡെലിവറി വാഹനങ്ങൾ നിരത്തിലിറക്കിയത്. വേഗത്തിൽ സ്ഥലങ്ങൾ തിരിച്ചറിയുന്നതിനും ഡെലിവറി നടത്തുന്നതിനുള്ള അത്യാധുനിക സംവിധാനമാണ് വാഹനത്തിലുള്ളത്. കാർബൺ ബഹിർഗമനം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിലാണ് കൂടുതൽ പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങൾ നിരത്തിലിറക്കുന്നത്. 2040 ആകുമ്പോഴേക്കും എമിറേറ്റിലെ എല്ലാ യാത്രകളുടെയും 25% സ്വയം നിയന്ത്രിത വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിനായാണ് പദ്ധതിയെന്ന് അബുദാബി സംയോജിത ഗതാഗത കേന്ദ്രം അറിയിച്ചു. NTV UAE to the world.